വെൽക്കം ബാക്ക് ടു ഹോംസ് ഓൺലൈൻ. 3000 സ്ക്വയർ ഫീറ്റിൽ വളരെ ഭംഗിയായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ഇരുനില വീടിൻ്റെ ഹോം ടൂർ ആണ് ചെയ്യുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മുറ്റം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സിമെൻറ്റ് ബ്ലോക്സും നാച്ചുറൽ ഗ്രാസും ഒക്കെ ഉപയോഗിച്ച് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് ഏരിയയിൽ നല്ല രീതിയിൽ പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരേ സമയം 2 കാറ് പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വലിയൊരു പോർച്ചാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയി ട്രയാങ്കിൾ ഷേപ്പിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫർണിച്ചേഴ്സ് ഒക്കെ വളരെ നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിനകത്ത് പ്ലാന്റ്സ് വരുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ നിന്ന് കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഫോർമൽ ലിവിങ് സ്പേസ് കാണാം. വളരെ എലിഗൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ലിവിങ് സ്പേസ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. മനോഹരമായിട്ടുള്ള വോൾ ഡെക്കേഴ്സ് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. കംഫർട്ട് ആയിട്ടുള്ള രീതിയിലുള്ള സോഫ സെറ്റും അതിനോട് മാച്ചിങ് ആയിട്ടുള്ള ടീ ടേബിളുമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. സീലിംഗിൽ വുഡൻ സ്റ്റൈലിൽ വരുന്ന വർക്ക് ഈ ഒരു ഏരിയക്ക് ഒരു ക്ലാസി ലുക്ക് കൊടുക്കുന്നുണ്ട്. LED ലൈറ്റ്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് പാഷ്യോയിലേക്ക് ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് വിശാലമായിട്ടുള്ള ഒരു ഹാളിലേക്കാണ് നമ്മൾ വരുന്നത്. ഡൈനിങ് ഏരിയ ഈ ഒരു ഹാളിലാണ് നൽകിയിട്ടുള്ളത്. സീലിംഗിൽ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരേ സമയം 8 പേർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു ടേബിൾ സെറ്റാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിനോട് ചേർന്ന് വാഷിംഗ് ഏരിയ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് കളർ ബേസിൻ, മിറർ, സ്റ്റോറേജ് ക്യാബിനൊക്കെ ഉപയോഗിച്ചാണ് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. പാഷ്യോയിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. വുഡൻ ഫ്രെയിം വരുന്ന ഗ്ലാസ് ഡോറാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഹാളിൽ ഒരു കോമൺ ടോയ്ലറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് ഇന്റീരിയർ കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെയായി ഒരു ഊഞ്ഞാല് നൽകിയിട്ടുണ്ട്. ധാരാളം പ്ലാന്റ്സ് ഉപയോഗിച്ച് നല്ലൊരു ഫീല് തരുന്ന രീതിയിലാണ് ഈ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെയായി ഒരു സ്റ്റോറേജ് ക്യാബിന് കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർകേസ് ഏരിയ യുണീക്ക് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. വുഡൻ സ്റ്റെപ്സും വുഡൻ ഫ്രെയിം വരുന്ന ഗ്ലാസ് റെയിലിംഗ്സുമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. സ്റ്റെയർകേസിനോട് ചേർന്നാണ് ഫാമിലി ലിവിംഗ് ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു TV യൂണിറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഭംഗിയുള്ള ഫർണിച്ചേഴ്സ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും പാഷ്യോയിലേക്ക് ഒരു ഡോറ് നൽകിയിട്ടുണ്ട്. വീട്ടിലേക്ക് ധാരാളം ഫ്രഷ് എയർ കിട്ടുന്ന രീതിയിൽ ഒരുപാട് ഓപ്പണിംഗ് സ്പേസസ് ഈ വീട്ടിൽ നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ കിച്ചണിലേക്ക് കടക്കുകയാണ്. കയറുന്ന ഭാഗത്ത് തന്നെ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഡാർക്ക് ഗ്രീൻ കളറാണ് അണ്ടർ ക്യാബിനറ്റ്സിന് നൽകിയിട്ടുള്ളത്. അതുപോലെ വുഡൻ ഷെയ്ഡിലാണ് അപ്പർ ക്യാബിനറ്റ്സ് നൽകിയിട്ടുള്ളത്. ബ്ലാക്ക് കളറിലുള്ള വോൾട്ടയിലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഫയർ പ്ലേസ്, വാഷിംഗ് ഏരിയ എല്ലാം വളരെ നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
ഇനി നമ്മൾ ബെഡ്റൂംസ് ഒക്കെ ചെക്ക് ചെയ്യാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണിത്. ഡബിൾ കോട്ട് ബെഡ്, ഫർണിച്ചേഴ്സ് എന്നിവയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പുറത്തേക്ക് ആക്സസ് വരുന്ന രീതിയിൽ ഒരു വിൻഡോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സീലിംഗിൽ LED ലൈറ്റ്സും ഹാങ്ങിങ് ബൾബും ഉപയോഗിച്ചിട്ടുണ്ട്. വലിയ സൈസിലുള്ള വാർഡ്രോബ് ഉപയോഗിച്ചാണ് ഡ്രസ്സിംഗ് ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വലിയ സൈസിൽ ഒരു മിററും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാ ഫെസിലിറ്റീസും അടങ്ങിയിട്ടുള്ള ഒരു വാഷ്റൂമും ഈ ഒരു ബെഡ്റൂമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോർ ചെക്ക് ചെയ്യാണ്. സ്റ്റെയർ കയറുമ്പോൾ ഇവിടെയായി ഒരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തതായിട്ട് കാണാം. ഇതാണ് അപ്സ്റ്റെയർ ഹോൾ ഏരിയ. അതിമനോഹരമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലുള്ള ആദ്യത്തെ ബെഡ്റൂമാണിത്. ഡബിൾ കോട്ട് ബെഡ്, വാർഡ്രോബ് എന്നിവ സെറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ സൈസിലുള്ള വിൻഡോസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ റൂമിൽ നിന്ന് ചെറിയൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് ബാരിക്കേഡ്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ബെഡ്റൂമിൽ ഒരു വാഷ്റൂം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് സെക്കൻഡ് ബെഡ്റൂം. ഇവിടെ ഡബിൾ കോട്ട് ബെഡ്, ലാർജ് സൈസിലുള്ള കർട്ടൻസ്, ചെയർസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ഏരിയയിൽ വലിയ സൈസിലുള്ള വാർഡ്രോബും മിററും കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് വാഷ്റൂം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എല്ലാ അമ്യൂണിറ്റീസും ഉൾപ്പെടുത്തിയിട്ടാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതാണ് ലാസ്റ്റ് ബെഡ്റൂം. ഇന്റീരിയർ ഡെക്കറേഷൻസ് ഒക്കെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ലാർജ് സൈസിലുള്ള വിൻഡോസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഡ്രസ്സിംഗ് ഏരിയയിൽ വുഡൻ വാർഡ്രോബും ലാർജ് സൈസിൽ ഒരു മിററും കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് വാഷ്റൂം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മനോഹരമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു വീടിൻ്റെ എല്ലാ ഏരിയയും നമ്മൾ ചെക്ക് ചെയ്തു. നിങ്ങൾക്ക് ഈ ഒരു ഹോം ടൂർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. താങ്ക്